നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 16 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം, 25-കാരന് 20 വർഷം കഠിന തടവ്. പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 16 വയസ്സുകാരിക്ക് നേരെ ഗുരുതര ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് കൊപ്പം മണ്ണേങ്കോട് സ്വദേശി 25 വയസ്സുകാരനായ മുഹമ്മദ് ഷാഹിദിനെതിരെ പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 20 വർഷം കടവും 30,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകുവാനും വിധിയായി. 2023 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. 16 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ഗുരുതര ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. കൊപ്പം സബ് ഇൻസ്പെക്ടർമാരായ MP രാജേഷ്, ബേബിച്ചൻ ജോർജ് എന്നിവരായിരുന്നു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി. കേസിൽ 15 സാക്ഷികളെ വിസ്തരിച്ചു, 18 രേഖകൾ ഹാജരാക്കി. തുടർന്നായിരുന്നു പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ദിനേശൻ N പിള്ള ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ ലൈസൺ ഓഫീസർ S മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി പോലീസ് രംഗത്ത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 പേരെയാണ് ഇത്തരത്തിലുള്ള കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് കാർ ഓടിച്ച് അപകടം വരുത്തിയ കേസിൽ ആമയൂർ സ്വദേശി ജാസിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യപിച്ച് കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ ഡ്രൈവർക്കെതിരെ പട്ടാമ്പി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പട്ടാമ്പി ആമയൂർ സ്വദേശി കോങ്ങാത്ത് ജാസിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. വല്ലപ്പുഴ കല്ലുംകൂട്ടത്ത് വെച്ച് മദ്യപിച്ച് അലക്ഷ്യമായി കാർ ഓടിച്ച ജാസിൻ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചൂരക്കോട് ഭാഗത്തു നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചൂരക്കോട് സ്വദേശി അജയകുമാറിനാണ് പരിക്ക് പറ്റിയത്. എതിർദിശയിൽ വരികയായിരുന്ന കാറ് ഇയാളുടെ ബൈക്കിൽ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാർ ഡ്രൈവർ ജാസിൻ മദ്യപിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ച് മറ്റൊരാളുടെ ജീവന് ഭീഷണിയായ രീതിയിൽ അപകടമുണ്ടാക്കിയതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. തുടർന്നായിരുന്നു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂറ്റനാട് മല റോഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. ബുധനാഴ്ച രാവിലെ 11:30-ഓടെയായിരുന്നു അപകടം. ആലൂരിൽ നിന്ന് പടിഞ്ഞാറങ്ങാടി വഴി കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മല റോഡ് പെട്രോൾ പമ്പിന് സമീപത്തെ വളവ് തിരിയുന്നതിനിടെയാണ് കാർ എതിർവശത്തെ താഴ്ചയിലേക്ക് വീണത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത പോസ്റ്റിനും തകരാറ് സംഭവിച്ചു. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ കാർ നിയന്ത്രണം വിടുകയായിരുന്നുവെന്നാണ് സൂചന. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന നടുവട്ടം സ്വദേശി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ക്രെയിൻ എത്തിച്ച ശേഷമാണ് കാർ താഴ്ചയിൽ നിന്ന് പുറത്തെടുക്കാനായത്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുത തടസ്സവും നേരിട്ടു. വാർത്തകൾ തുടരുന്നു. കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ ക്രം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും സംരക്ഷണ ഭിത്തി നിർമ്മാണവുമാണ് നിലവിൽ നടക്കുന്നത്. കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം പൂർത്തിയായതോടെ പാലത്തിലേക്ക് പ്രവേശിക്കാനായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ ഉയരത്തിന് ആനുപാതികമായി റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. റോഡരികിലെ അഴുക്കുചാൽ നിർമ്മാണവും കൾവർട്ടുകളുടെ നിർമ്മാണവും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. മഴക്കാലത്തിന് മുൻപായി നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാണ് ശ്രമമെങ്കിലും നിർമ്മാണ ജോലികൾ മന്ദഗതിയിലാണെന്ന ആക്ഷേപവുമുണ്ട്. ആനക്കര വില്ലേജിലെ 64 സർവേ നമ്പറിലും കുറ്റിപ്പുറം പഞ്ചായത്തിൽ 65 സർവേ നമ്പറിലുമായി 98 വ്യക്തികളുടേതായി 170.52 സെന്റ് സ്ഥലവുമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ വീടുകളും കെട്ടിടങ്ങളുമായി 10 എണ്ണവും 49 മതിൽ, ഗേറ്റ് എന്നിവയും 3 കിണറുകളും ഉൾപ്പെടുന്നുണ്ട്. 102 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മാണം പൂർത്തിയായത്. തിരുവേഗപ്പുറ ചെമ്പ്രയിൽ വീട് കുത്തി തുറന്ന് മോഷണം. വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മോഷണം പോയി. കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരുവേഗപ്പുറ ചെമ്പ്രയിലാണ് വീട് കുത്തി തുറന്ന് മോഷണം നടന്നിരിക്കുന്നത്. ചെമ്പ്ര വാനച്ചാലിക്ക് സമീപം കരുവാരത്ത് മൊയ്തീൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് മോഷണം നടന്നത്. ഇവിടെ പരുതൂർ 3 മൂല സ്വദേശി സുരേഷും കുടുംബവുമാണ് താമസിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി ഉറങ്ങാൻ കൊടുക്കുന്നതിനിടെ മുറിയിലെ അലമാരയിൽ ഊരിവെച്ച മുക്കുപണ്ടത്തിൽ കോർത്ത സ്വർണ്ണത്താലിയും മറ്റൊരു മുക്കുപണ്ടവും ജനൽ സമീപം വെച്ചിരുന്ന 2 മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. മറ്റൊരു മുറിയിലെ അലമാരയിലും മോഷ്ടാവ് പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ ഉറങ്ങി നീച്ചത് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് വാതിൽ ലോക്കില്ലാതെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നായി നോക്കുമ്പോ ഓരോന്നോരോന്നായി കാണാനില്ല, ഫോണ് കാണാനില്ല, അങ്ങനെ മാല കാണാനില്ല.
ഓരോന്നോരോന്നായിട്ട് കാണാം. എന്റെ മാലയുടെ ഉള്ളിൽ താലിയുണ്ട് സ്വർണ്ണത്തിന്റെ. അത് പിന്നെ ഫോണ്, കുട്ടിയുടെ പുതിയ ഫോണാണ്. അങ്ങനെ പൈസ ബാഗിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു, അത് പോയി. പോയിട്ട് ജനൽ തുറന്നിട്ട് പിന്നെ എണ്ണ കുപ്പി എടുത്തിട്ട് ജനലിൽ കൂടെ ഒഴിച്ചിട്ട് ആ കുപ്പിയോട് കൂടി പോയായിരുന്നു കൊണ്ടുപോയിരുന്നത്ര. വീടിന്റെ പിറകുവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. മോഷ്ടാവ് അകത്ത് കയറിയ വിവരം ഉറക്കത്തിൽപ്പെട്ട വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് കൊപ്പം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ വീട്ടിലും മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട്. 12 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത്. 11 മണി വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ ഒരുപാട് വൈകിട്ടാണ് മകൻ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. രാവിലെ ഞങ്ങൾ എണീച്ചേക്കാണ് 8 മണിക്ക്, ഒരുപാട് വൈകിട്ടാണ് എണീച്ചത്. 8 മണിക്കാണ് ഞങ്ങൾ ഉറങ്ങേക്കാണ് സംഭവങ്ങൾ, ബാഗുകളൊക്കെ പുറത്ത് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് മൊബൈൽ ഫോണൊന്നും കാണാനില്ല, താലി കാണാനില്ല, ബാഗൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സംഭവം അറിയുന്നത്. ഒരുപാട് വൈകിട്ടാണ് ഉറപ്പുണർന്നത്. പട്ടാമ്പി മുതുതല പാതയിൽ കൊടുമുണ്ടയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വലിയ തോതിൽ കുടിവെള്ളം പാഴാകുന്നു. പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾക്കിടെയാണ് പൈപ്പ് തകർന്നത്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ടയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴായത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. JCB ഉപയോഗിച്ച് അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനിടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. വലിയ തോതിലാണ് കുടിവെള്ളം ഇവിടെ മണിക്കൂറോളം പാഴായത്. പഞ്ചായത്തിലെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നത്. ഇതിനിടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴായത്. പ്രവർത്തികളിലെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപവുമുണ്ട്. ഏറെ നേരം കുടിവെള്ളം പാഴായിട്ടും ഇത് പരിഹരിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. കൊടുമുണ്ട യാറ മുതൽ മുതുതല വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതോടെ നിലവറ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.